Hi friends, welcome to Mathematics Online Learning. ഇന്നത്തെ സെഷൻ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആണ്. ലാസ്റ്റ് സെഷൻ നമ്മൾ ഡിറ്റർമിനൻ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു അല്ലേ? ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാണുന്നത് എങ്ങനെയാണെന്ന്. ഇവിടെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. ഈ പ്രോപ്പർട്ടീസ് ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതില്ല, എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്: the value of the determinant remains unchanged if its rows and columns are interchanged. അതായത് ഒരു ഡിറ്റർമിനൻ്റ് റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്താൽ അതിൻ്റെ വാല്യൂയിൽ മാറ്റം വരുന്നില്ല. റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക എന്നാണ് അർത്ഥം അല്ലേ? ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. A is equal to ഡിറ്റർമിനൻറ്റ് 2, 3, 1, 4. അതിൻ്റെ ട്രാൻസ്പോസ് മെട്രിക്സിൻ്റെയാണ് നമ്മൾ ട്രാൻസ്പോസ് എടുക്കുന്നത്. മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് പഠിച്ചിട്ടുണ്ട്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു അതിൻ്റെ റോസും കോളംസും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി അല്ലേ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളാകും, സെക്കൻഡ് റോ സെക്കൻഡ് കോളാകും. ഇതാണ് എ ട്രാൻസ്പോസ്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് എ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാമെന്ന് പറഞ്ഞാൽ 2, 3, 1, 4. ഇതാണ് ഡിറ്റർമിനൻറ്റ്. ഇത് ഒരു വാല്യൂ ആയിരിക്കും. അതായത് 2 × 4 മൈനസ് 1 × 3 അല്ലേ? ഇങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ് കാണുന്നത്. 8 - 3 = 5 എന്ന് കിട്ടും. ഇനി ഇവിടെ എ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് 2, 1, 3, 4. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 × 4 മൈനസ് 3 × 1, 8 - 3. This is also 5. ഇത് മെട്രിക്സിൻ്റെയും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും ഡിറ്റർമിനൻറ്റ് സെയിം ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി ഇതാണ്: ഇഫ് എനി 2 rows or columns of a determinant are interchanged, then the sign of determinant changes. അതായത് നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. ഒരു മെട്രിക്സ് എടുത്ത് 1, 2, 3, 4. ഇതിൻ്റെ റോസോ അല്ലെങ്കിൽ കോളംസോ ഒന്ന് ചേഞ്ച് ചെയ്താൽ, ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്താൽ, ഇവിടെ നമുക്ക് ഫസ്റ്റ് റോ സെക്കൻഡ് റോ ആയിട്ടും സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആയിട്ടും എഴുതാം. അതായത് 3, 4, 1, 2. ഇതിന് ബി എന്ന് പേര് കൊടുക്കാം. അതായത് ഇത് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ സെക്കൻഡ് റോ ആയിട്ട് സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്തേക്കുക. R1 R2 കൂടി ഇൻ്റർചേഞ്ച് ചെയ്തേക്കുക. ഇങ്ങനെ ചെയ്താലും ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂല് ഇതിൻ്റെ സൈൻ മാറും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ സൈൻ മാറും. നമുക്ക് നോക്കാം. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1, 2, 3, 4 ഈക്വൽ ടു 1 × 4 4 മൈനസ് 3 × 2 6 -2 കിട്ടും അല്ലേ? ഇവിടെ ഡിറ്റർമിനൻറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 3, 4, 1, 2 ഈക്വൽ ടു 3 × 2 6 മൈനസ് 4 × 1 4 ഈസ് ഈക്വൽ ടു 2. ഒന്ന് -2 ഒന്ന് 2 അല്ലേ? അപ്പോൾ വാല്യൂ എന്തായി? സൈൻ ചേഞ്ച് ചെയ്തു. വാല്യൂ മാറുന്നില്ല, സൈൻ ചേഞ്ച് ചെയ്തു. ഒരു മെട്രിക്സ് അതിൻ്റെ മെട്രിക്സിന് റോസോ കോളംസോ ഇൻ്റർചേഞ്ച് ചെയ്താൽ അതിൻ്റെ സൈൻ ചേഞ്ച് ആവുമെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ കോളം ചേഞ്ച് ചെയ്താലും സൈൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. റോസോ കോളംസോ ഇൻ്റർചേഞ്ച് ചെയ്താൽ സൈൻ ചേഞ്ച് വരും. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത്. തേർഡ് പ്രോപ്പർട്ടി ഇതാണ്: ഇഫ് എനി 2 rows or columns of a determinant are identical, all corresponding elements are same, then value of determinant is 0. അതായത് 2 റോയെങ്കിലും സെയിം ആയിട്ട് വന്നാൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടാൽ അത് 0 ആയിരിക്കും. നമുക്കിവിടെ 3/3 മെട്രിക്സ് എടുക്കാം. 2 അതിൽ കൂടുതൽ 2/2 എടുത്താലും ശരിയാകും. 2/2 എടുക്കുമ്പോൾ സെയിം റോസ് തന്നെ എല്ലാം വരും അല്ലേ? അതുകൊണ്ട് 3/3 എടുക്കാം. 1, 2, 4, 3, 2, 6. അടുത്ത് ഞാൻ 3, 2, 6 തന്നെ എടുക്കുകയാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് റോ എടുക്കാം. 1, 2, 4. ഇവിടെ ഫസ്റ്റും ലാസ്റ്റും ആണ് സെയിം ആയിട്ട് വരുന്നത് അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്ന് കണ്ടു നോക്കാം. എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഇതെങ്ങനെയാണ് കാണുന്നത്? ഇത് ഡിറ്റർമിനൻ്റ് ആയിട്ട് ആദ്യം എഴുതണം. അതിന് ശേഷം 1 × 1 ഉള്ള റോയും 1 ഉള്ള കോളും ഒഴിവാക്കണം അല്ലേ? അതിന് ശേഷം വരുന്ന ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യണം. അപ്പം ഇതൊരു സ്റ്റെപ്പിൽ തന്നെ ചെയ്യുകയാണ്. 2 × 4 8 - 6 × 2
12. അടുത്ത മൈനസ് വരും. -2 ഇൻറ്റു 2 ഉള്ള റോയും 2 ഉള്ള കോളം ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുക. 3 ഇൻറ്റു 4 12 മൈനസ് 6 ഇൻറ്റു 1 6 പ്ലസ് 4 ഇൻറ്റു ലാസ്റ്റ് വൺ പ്ലസ് ആണ്. പ്ലസ് മൈനസ് പ്ലസ്, ഇത് നമ്മൾ ലാസ്റ്റ് സെഷനിൽ പഠിച്ചതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സൈൻ പോകുന്നത്. 4 ഉള്ള റോയും 4 ഉള്ള കോളോ ഒഴിവാക്കുക. ബാക്കി വരുന്ന എക്സ്പാൻഡ് ചെയ്യുക. 3 ഇൻറ്റു 2 6 മൈനസ് 2 ഇൻറ്റു 1 2 ഈക്വൽ ടു 8 മൈനസ് 12 മൈനസ് 4 മൈനസ് 2 ഇൻറ്റു 12 മൈനസ് 6 6 പ്ലസ് 4 ഇൻറ്റു 6 മൈനസ് 2 4 മൈനസ് 4 മൈനസ് 12 പ്ലസ് 16 കിട്ടും. -4 മൈനസ് 12 മൈനസ് 16 പ്ലസ് 16 ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ. ഇവിടെ രണ്ട് റോസ് സെയിം ആയിരുന്നു. R1ഉം R3 സെയിം ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. ഇതുപോലെ ഏതെങ്കിലും മിനിമം 2 റോയോ അല്ലെങ്കിൽ 2 കോളോ സെയിം ആയിട്ട് വന്നാൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാണുമ്പോൾ അത് 0 ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇതിങ്ങനെ എക്സാമ്പിൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ. നെക്സ്റ്റ് പ്രോപ്പർട്ടി 4 ആണ്. ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ റോ ഓർ എ കോളം ഓഫ് എ ഡിറ്റർമിനൻ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ് കെ then its value gets multiplied by k. അതായത് ഏതെങ്കിലും ഒരു റോയോ അല്ലെങ്കിൽ ഒരു കോളത്തെയോ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ ഡിറ്റർമിനൻറ്റിനെ കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അതായത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡെൽറ്റ എന്നുള്ള ഡിറ്റർമിനൻ്റാണ് A1 B1 C1 A2 B2 C2 A3 B3 C3. അതിൽ ഫസ്റ്റ് റോയെ മാത്രം നമ്മൾ കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് ഈ കെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. പിന്നെ ഫസ്റ്റിലത്തെ ഡെൽറ്റ തന്നെയാണ് ബാക്കി വരുന്നത് അല്ലേ. അപ്പോൾ കെ ഇൻറ്റു ഡെൽറ്റ എന്ന് കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ ഒരു 2x2 മെട്രിക്സ് വെച്ച് ചെയ്ത് നോക്കാം. A is equal to 2 1 1 4. ഇതിന് നമ്മൾ A1 അല്ല ഫസ്റ്റ് റോയിന് നമുക്കൊന്ന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഫസ്റ്റ് റോയിന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് R1 ഇൻറ്റു 2 ചെയ്യാൻ പോവാം. അപ്പോൾ 4 2 സെക്കൻഡ് റോ അങ്ങനെ തന്നെ എഴുതി. ഇനി ആദ്യത്തെ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ഇൻറ്റു 4 8 മൈനസ് 1 ഇൻറ്റു 1 ഈക്വൽ ടു 7 കിട്ടും. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 4 ഇൻറ്റു 4 16 മൈനസ് 1 ഇൻറ്റു 2 ഈക്വൽ ടു 14 കിട്ടും. അതായത് ആ 2 നമ്മളൊരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ ഫസ്റ്റ് റോയിന്. ആ ഫസ്റ്റ് റോയിന് മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇൻറ്റു ആദ്യത്തേന് ഡിറ്റർമിനൻ്റ് വാല്യൂ 7 2 ഇൻറ്റു 7 40. അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ. അതായത് 2 ഇൻറ്റു ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇൻറ്റു ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് A1 എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. ഏത് വെച്ചിട്ടാണ് നമ്മൾ ഒരു റോയെ അല്ലെങ്കിൽ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്ത് അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാവുന്നതാണ്. ആ സ്കെയിലർ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു റോയെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് നമുക്ക് പുറത്തെടുത്തിട്ട് പഴയ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എഴുതിയാൽ മതി. ഓക്കെ. ഇതാണ് ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് പ്രോപ്പർട്ടിയാണ്. ഇഫ് സം ഓർ ഓൾ എലമെൻറ്റ്സ് ഓഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനൻ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് 2 or more terms then the determinant can be expressed as a sum of 2 or more determinants. ഇതൊന്നുമില്ല. ഇത് വായിക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് ബൈ ഹാർട്ട് പഠിക്കുകയൊന്നും വേണ്ട. ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് എഴുതിയിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു മെട്രിക്സിൽ ഒരു റോ സം ഓഫ് 2 ടേംസ് ഉണ്ട് അല്ലേ. ഇവിടെ ഫസ്റ്റ് റോ നോക്കിക്കുക. സം ഓഫ് 2 ടേംസ് ഉണ്ട്. ഓരോ A1 പ്ലസ് λ1 2 ടേംസിൻ്റെ സമ്മായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ബാക്കി റോ എല്ലാം 1 ടേം വീതമേ ഉള്ളൂ. ഇതിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതാം. അതിൽ ഫസ്റ്റ് ഡിറ്റർമിനൻറ്റിൽ നമുക്കിതിനകത്ത് ഫസ്റ്റ് ടേം എടുത്തിട്ട് ഇതിൽ ഫസ്റ്റ് ടേം ബാക്കിയെല്ലാം സെയിം ആയിട്ട് നിർത്തിക്കൊണ്ടൊരു ഡിറ്റർമിനൻ്റ് എഴുതാം. നെക്സ്റ്റ് പ്ലസ് ഇട്ടിട്ട് അടുത്തത് ഇവിടെ സെക്കൻഡ് ടേം എടുക്കുക. സെക്കൻഡ് ടേം എടുത്തിട്ട് അതായത് λ1 λ2 λ3 എടുക്കുക. ബാക്കി അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് എഴുതാം. ഇങ്ങനെ 2 ഡിറ്റർമിനൻ്റ് സമ്മായിട്ട് നമുക്കിതിനെ എഴുതാൻ പറ്റും.
ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇങ്ങനെ, ഷോ ദാറ്റ് ഡിറ്റർമിൻ്റ് എ ബി സി സെക്കൻഡ് റോ എ പ്ലസ് 2x ബി പ്ലസ് 2y സി പ്ലസ് 2z ലാസ്റ്റ് റോ എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഇപ്പോൾ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി വെച്ച്, അതായത് 5th പ്രോപ്പർട്ടി വെച്ച് ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ഇതിന് സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ എഴുതാം? എ ബി സി, എ ബി അതായത് ഇവിടുത്തെ ഫസ്റ്റ് ടേം മാത്രം എടുത്തു എ ബി സി, ബാക്കിയെല്ലാം സെയിം എക്സ് വൈ സെഡ് പ്ലസ് ഇനി സെക്കൻഡ് ടേം എടുക്കുക എ ബി സി, ഇവിടുത്തെ സെക്കൻഡ് ടേം എടുത്താൽ 2x 2y 2z ലാസ്റ്റ് എക്സ് വൈ സെഡ് സീക്വൽ നമുക്ക് 0 എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. സീക്വൽ ടു ഇവിടെ നോക്കിക്കുക, രണ്ട് ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പ്രോപ്പർട്ടി 5 വെച്ചിട്ടാണ്. പ്രോപ്പർട്ടി 5 വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നോക്കിക്കുക, 2 റോ സെയിം ആണ്. 2 റോ സെയിം ആണെങ്കിൽ ആ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് പ്രോപ്പർട്ടി അത്? ഇതൊക്കെ പ്രോപ്പർട്ടി 3 നമ്മൾ കണ്ടതാണ്. ഇഫ് എനി 2 റോസ് ഓഫ് എ ഡിറ്റർമിനൻ്റ് ആർ ഐഡൻറ്റിക്കൽ ദെൻ വാല്യൂ ഓഫ് ഡിറ്റർമിനൻ്റ് 0. അതായത് 2 റോ അല്ലെങ്കിൽ 2 കോളം ഐഡൻറ്റിക്കലായി, മിനിമം 2 എണ്ണമെങ്കിലും ഐഡൻറ്റിക്കലായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയിരിക്കും അല്ലേ. അതായത് പ്രോപ്പർട്ടി 3 വെച്ച് നമുക്കിവിടെ 0 എന്ന് എഴുതാം. പ്ലസ് അടുത്തത് ഇവിടെ നോക്കിക്കേ, ഇവിടെ സെക്കൻഡ് റോയിൽ ഒരു 2 കോമണാണ് അല്ലേ. സെക്കൻഡ് റോയിൽ ഒരു 2 എന്ന എലമെൻറ്റ് കോമൺ, അത് നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എ ബി സി എക്സ് വൈ സെഡ് എന്ന് വരും. അതായത് ഇത് പുറത്തെടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി 4 അനുസരിച്ചാണ് പുറത്തെടുക്കുന്നത്. ഇതുകൊണ്ട് ഒരു കെ കോമൺ ആയിട്ട് വരുന്ന കെ നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്. ഔട്ട് സൈഡ് എടുക്കാം. ഔട്ട് സൈഡ് എടുത്തിട്ട് പഴയ ഡെൽറ്റ 1 ഈക്വൽ കെ ഇൻറ്റു ഡെൽറ്റ എന്ന് എഴുതാം. അതുപോലെ ഇവിടെ നമുക്ക് ഈ എക്സാമ്പിളിലും അത് ഔട്ട് സൈഡ് 2 ഔട്ട് സൈഡ് എടുക്കാം അല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ എഴുതിയത് പ്രോപ്പർട്ടി 3യും സെക്കൻഡ് വൺ എഴുതിയത് പ്രോപ്പർട്ടി 4ഉം വെച്ചിട്ടാണ്. ദിസ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഇനി 2 ഇൻറ്റു അതെന്ത് വരും? ഇവിടെ നോക്കി 2 റോസ്, സെക്കൻഡ് റോയും തേർഡ് റോയും ഐഡൻറ്റിക്കലാണ്. അത് വീണ്ടും പ്രോപ്പർട്ടി 3 അനുസരിച്ച് അത് 0 ആകും. 2 റോ സെയിം ആയിട്ട് വന്നാൽ ആ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇത് 0 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഡിറ്റർമിനൻ്റ് വാല്യൂ നമുക്ക് എളുപ്പത്തിൽ കാണാവുന്നത്. അല്ലെങ്കിൽ നമ്മളിത് 0 എന്ന് കിട്ടണമെങ്കിൽ 3/3 റോസ് 3/3 ആണ്. ഇതിന് ഓർഡർ 3/3 ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്യണം അല്ലേ. ഫസ്റ്റ് എലമെൻറ്റ് എ ഇൻറ്റു എ ഉള്ള റോയും കോളം ഒഴിവാക്കി എക്സ്പാൻഡ് ചെയ്യണം. അത് കൂടുതൽ സ്റ്റെപ്സ് വരും. ഇതാകുമ്പോൾ നേരെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് 0 എന്ന് കിട്ടി. അതാണ് പ്രോപ്പർട്ടി പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട, പ്രോപ്പർട്ടി എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ലാസ്റ്റ് പ്രോപ്പർട്ടി 6th പ്രോപ്പർട്ടിയാണിത്. ദ വാല്യൂ ഓഫ് ഡിറ്റർമിനൻ്റ് റിമെയിൻ സെയിം ഇഫ് യു അപ്ലൈ ദി ഓപ്പറേഷൻ. ഇത് റോ ഓപ്പറേഷനോ അല്ലെങ്കിൽ കോൾ ഓപ്പറേഷനോ. ഇതൊരു റോ ഓപ്പറേഷനാണ്, ഇതൊരു കോൾ ഓപ്പറേഷനാണ്. റോ ഓപ്പറേഷനോ കോൾ ഓപ്പറേഷനോ ചെയ്താലും ഡിറ്റർമിനൻ്റ് വാല്യൂവിൽ മാറ്റം വരുന്നില്ല. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഡെൽറ്റ ഡിറ്റർമിനൻ്റ് A1 A2 A3 B1 B2 B3 C1 C2 C3. ഡെൽറ്റ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൽ റോ ഓപ്പറേഷൻ ചെയ്തതാണ്. ഫസ്റ്റ് റോ നോക്കിക്കേ, R1 ബിക്കംസ് R1 പ്ലസ് K ഇൻറ്റു R3 ചെയ്തതാണ്. റോ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഡെൽറ്റ 1ൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഡെൽറ്റ 1 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ. A1 A2 A3 B1 B2 B3 C1 C2 C3. ഇതൊരു പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. പ്രോപ്പർട്ടി അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് നമുക്കിതിനെ K ഇൻറ്റു അല്ലേ, K കോമൺ ആണ്, K ഇൻറ്റു C1 C2 C3 B1 B2 B3 C1 C2 C3 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെൽറ്റ തന്നെയാണ് അല്ലേ. ഡെൽറ്റ തന്നെയാണ് ഫസ്റ്റ് ഡിറ്റർമിനൻ്റ്. സെക്കൻഡ് ഡിറ്റർമിനൻ്റിൽ ഫസ്റ്റ് റോയും തേർഡ് റോയും സെയിം ആണ്, C1 C2 C3. അതുകൊണ്ട് അത് 0 ആയി പോകും. പ്രോപ്പർട്ടി അനുസരിച്ച് K ഇൻറ്റു 0 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എന്ന് തന്നെ കിട്ടും. അതായത് ഡെൽറ്റ 1ഉം ഡെൽറ്റയും സെയിം ആണെന്ന് കിട്ടും. ഡെൽറ്റ 1 എന്ന് പറയുന്നത് നമ്മുടെ റോ ഓപ്പറേഷൻ ചെയ്ത ഡിറ്റർമിനൻ്റ് ആണ് അല്ലേ. അപ്പോൾ റോ ഓപ്പറേഷൻ ചെയ്താലും
ഡിറ്റർമിനൻ്റ് വാല്യൂവിൽ മാറ്റം വരുന്നില്ല. ഇതാണ് 6th പ്രോപ്പർട്ടി പറയുന്നത്. റോ ഓപ്പറേഷനോ അല്ലെങ്കിൽ കോളം ഓപ്പറേഷനോ ചെയ്താലും ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂവിൽ മാറ്റം വരുന്നില്ല. ഓക്കെ, ഇങ്ങനെ മൊത്തം 6 പ്രോപ്പർട്ടീസ് ആണുള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് വെച്ച് ചെയ്യുന്ന കൂടുതൽ പ്രോബ്ലംസ് എക്സസൈസിലുണ്ട്, അത് ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.